നേഷൻ ഫസ്റ്റ് ചാനലിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ രാജഗോപാലാണ്. നമസ്കാരം സാർ. നമസ്കാരം സാർ, ആലപ്പുഴയിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാത്ത ഒരു സംഭവം നടന്നിരിക്കുന്നു. ഒരു മുൻ കമ്മ്യൂണിസ്റ്റുകാരന് വേണ്ടി കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് ആലപ്പുഴയിൽ വോട്ട് ചോദിച്ച് എത്തുന്നു. അതായത്, ഞാൻ വളച്ചുകെട്ടില്ലാതെ പറയാം, രാഹുൽ ഗാന്ധി UDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ജി സുധാകരന് വേണ്ടി വോട്ട് ചോദിച്ച് അമ്പലപ്പുഴയിൽ എത്തിയിരിക്കുന്നു. ആ വേദിയിൽ, രാഹുൽ ഗാന്ധി ഇരിക്കുന്ന വേദിയിൽ ജി സുധാകരൻ്റെ പ്രസംഗം ഏറെ ശ്രദ്ധ തേടുന്നതും ആകുന്നു. സർ, ജി സുധാകരൻ എന്ന നേതാവ് അമ്പലപ്പുഴയിൽ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയെ ഇരുത്തി നടത്തിയ പ്രസംഗം, രാഹുൽ ഗാന്ധി ആ വേദിയിലേക്ക് വന്ന ആ ചരിത്ര സംഭവത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? അയ്യപ്പദാസ് സൂചിപ്പിച്ചില്ലേ, കോൺഗ്രസിന്റെ പരമ അധ്യക്ഷൻ, നമ്മൾ പറയാനില്ല, അധ്യക്ഷ പദവിയിൽ ഇല്ലെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പരമപ്രധാനിയായ നേതാവ് തന്നെയാണ് ശ്രീ രാഹുൽ ഗാന്ധി. അല്ല, അദ്ദേഹമാണ് പാർട്ടിയെ നയിക്കുന്നത്. പ്രതിപക്ഷ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമാണ് അദ്ദേഹം. ഇന്ന് വോട്ട് ചോദിക്കുകയാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായിട്ട് ആലപ്പുഴയിൽ നടന്ന യോഗത്തിൽ പങ്കെടുക്കുന്നു. ആ ജില്ലയിലെ സ്ഥാനാർത്ഥികളും പ്രധാനപ്പെട്ട UDF സ്ഥാനാർത്ഥികളും പങ്കെടുക്കുന്നുണ്ട്. അവിടെ കണ്ട ഒരു അസാധാരണമായ കാഴ്ചയാണ്. ഒരു പക്ഷെങ്കില് ഈ നൂറ്റാണ്ടിൽ നമുക്ക് കാണാൻ പറ്റിയ അസാധാരണമായ ഒരു കാഴ്ചയാണ്. ഈ സുധാകരൻ ഒരു സാധാരണ നേതാവല്ല. നമ്മൾ പറയത്തില്ല, ഒരു പക്ഷെങ്കിൽ CPM-ന്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് വേണ്ടി രാഹുൽ ഗാന്ധി വോട്ട് ചോദിക്കുന്നു എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. കാരണം അതാണ് സുധാകരന്റെ പാരമ്പര്യം. ഞാനത് രാഷ്ട്രീയമായിട്ട് പറഞ്ഞതല്ല, സുധാകരന്റെ രാഷ്ട്രീയ പാരമ്പര്യം അതാണ്. അദ്ദേഹത്തിന്റെ സുധാകരന്റെ പ്രസംഗം ശ്രദ്ധിച്ചില്ലേ? ആ പ്രസംഗത്തിലെ ഓരോ വാക്കുകളും ശ്രദ്ധിച്ചു നോക്കുക. രാഹുൽ ഗാന്ധി വളരെ അദ്ദേഹത്തെ ഷാളണിയിച്ച് സ്വീകരിക്കുന്നുണ്ട്. വളരെ സൗഹൃദപരമായിട്ട് അദ്ദേഹത്തോട് എന്തോ സംസാരിക്കുന്നുണ്ട്. ശ്രീ KC വേണുഗോപാൽ പരിചയപ്പെടുത്തുന്നുണ്ട്. എല്ലാം വളരെ ആദരപൂർവമാണ്. അദ്ദേഹത്തിന് കൊടുക്കാവുന്ന എല്ലാ ബഹുമാനവും കൊടുത്തിട്ട് തന്നെയാണ് ആ വേദിയിൽ എന്നിട്ട് അദ്ദേഹം സംസാരിക്കുന്നുമുണ്ട്. അപ്പൊ സുധാകരന്റെ സംസാരം സുധാകരൻ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? ഞാൻ 15-ാമത്തെ വയസ്സിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വന്ന ആളാണ്. 15-ാമത്തെ വയസ്സിൽ, ഏതാണ്ട് 1967 അദ്ദേഹം സൂചിപ്പിക്കുന്നത്. 67-ൽ ഞാൻ തിരുവിതാംകൂറിൽ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഇതിനെ പ്രവർത്തിക്കാൻ SFI വിദ്യാർത്ഥി സംഘടനകളിലൊക്കെ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്ന കാലത്ത് പിണറായി വിജയൻ എന്നൊരു രാഷ്ട്രീയ നേതാവ് തിരുവിതാംകൂറിലില്ല. തിരുവിതാംകൂറിൽ അങ്ങനെ ഒരു പേര് പോലും കേൾക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ശരിയാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. കണ്ണൂരിലാണ്. കണ്ണൂരിന്റെ ഒരു പക്ഷെങ്കിൽ പിണറായിയിലോ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ എത്ര വ്യാപ്തിയിൽ അദ്ദേഹം അന്നത്തെ പ്രവർത്തന മണ്ഡലം ഉണ്ടായിരുന്നതിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ, പിണറായി കണ്ണൂരിൽ എന്തായിരുന്നു അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാട്ടിൽ തലയെടുപ്പുള്ള ഒരു നേതാവായിട്ട് ഞാൻ പാർട്ടിയിൽ വളരുകയായിരുന്നു എന്നാണ് സുധാകരൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴയ്ക്ക് അടുത്ത് വെച്ച് നടന്ന ഒരു യോഗത്തിൽ വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നല്ലോ, പാർട്ടിയിൽ അദ്ദേഹത്തെ ഞങ്ങൾ എല്ലാവരും കൂടെ സുധാകരനെ വളർത്തിയെടുത്തു എന്നുള്ളൊരു മട്ടിലുള്ള പരാമർശം വന്നു. അതിനുള്ള മറുപടിയാണ് സുധാകരൻ പറയുന്നത്. എന്നെ ആരും ഇവരാരുമല്ല വളർത്തിയത്. എന്നെ വളർത്തിയ പാരമ്പര്യമുള്ള നേതാക്കന്മാർ വേറെയുണ്ട്. ഇവരാരുമല്ല എന്നെ വളർത്തിയത്. പാർട്ടി വളർത്തി എന്ന് പറഞ്ഞാൽ ശരിയാണ്, അത് ഞാൻ സമ്മതിച്ചു കൊടുക്കാം. പക്ഷേ പിണറായി വിജയനോ അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന ഒരു നേതാവോ, അതും ശരിയാണ്. കാരണം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ, എനിക്ക് തോന്നുന്നു MV ഗോവിന്ദനെക്കാട്ട് അല്പം സീനിയർ ആണെന്ന് തോന്നുന്നു സുധാകരൻ. എന്നാൽ അത് എടുത്തു പറയുന്നു, ഇന്നത്തെ യുവത്തിൽ തന്നെ പറയുന്ന 63 വർഷത്തെ ചരിത്രമുണ്ട്. എനിക്ക് ആ പാർട്ടിയുമായിട്ട് ചേർന്ന് നിന്ന് 63 വർഷത്തെ ചരിത്രമാണ് സുധാകരൻ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷെങ്കിൽ ഇന്ന് പാർട്ടിയെ നയിക്കേണ്ട ആളായിരുന്നു, മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നയിക്കേണ്ട ആളാണ് ഞാനെന്ന് തന്നെയാണ് സുധാകരൻ പറഞ്ഞു വയ്ക്കുന്നത്, അല്ലേ? അതാണ് വരുന്നത്. CPM-ന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇന്ന് പാർട്ടിയെ നയിക്കേണ്ട ആളാണ്. അങ്ങനെയുള്ള എനിക്ക് എന്തുകൊണ്ട് ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു? അതിനെക്കുറിച്ചാണ് സുധാകരൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കമ്മ്യൂണിസം എന്നെ ഒന്നും ആരും പഠിപ്പിക്കണ്ട. സുധാകരന്റെ വാക്കുകൾ എങ്ങനെയാണല്ലോ, ചില സമയത്ത് വളരെ പരുഷമായിട്ടും വരും, ചിലപ്പോൾ വളരെ ഇതായിട്ടും അദ്ദേഹം വളരെ ഒരു അക്കാഡമിക് ലെവലിൽ സംസാരിക്കും. അതാണ് പറഞ്ഞത്, എന്നെ ആരും കമ്മ്യൂണിസം പഠിപ്പിക്കണ്ട.
ഒരു നേതാവിനെ കമ്മ്യൂണിസം പഠിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തലകുത്തി വെച്ചാണ് വായിച്ചതെന്ന് പറഞ്ഞത് വിജയരാഘവനെ, പോളിറ്റ് ബ്യൂറോ മെമ്പറെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം വിജയരാഘവനെതിരെ ഉള്ള സുധാകരന്റെ പരാമർശങ്ങൾ കേട്ടില്ലേ? പോളിറ്റ് ബ്യൂറോയുടെ 7 അയലത്ത് പോലും, അതിന്റെ വാതുക്കൽ പോലും കയറ്റാൻ കൊള്ളരാത്ത ആള് എന്നാണ് വിജയരാഘവനെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇയാൾ എവിടെ വന്ന് മത്സരിച്ചാലും, എവിടെ വന്ന് പ്രസംഗിച്ചാലും ശരി, അവിടെ എല്ലാം എതിർ സ്ഥാനാർത്ഥികൾക്ക് മിനിമം ഒരു 5000-10000 വോട്ട് വീതം കൂടുതൽ കിട്ടുമെന്നുള്ളതാണ്. കാരണം അത്രയേറെ അതിമനോഹരമായ വാഗ്ധോരണികളാണ് അദ്ദേഹത്തിന്റെ വരുന്നത്, വിശേഷണങ്ങൾ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു പെൺകുട്ടിയെ കാണാൻ പോയ സംഭവങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സുധാകരന്റെ പ്രസംഗം വരുന്നത്. മനോഹരമായി സംസാരിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാനിതെല്ലാം വായിച്ചാണ്, ദാസ് ക്യാപിറ്റല്, അതോ അല്ലെങ്കിൽ മൂലധനം, അതിന്റെ ഇംഗ്ലീഷും മലയാളവും ഒക്കെ വായിച്ചിട്ടുള്ള ആളാണ് ഞാൻ. എനിക്കറിയാം എന്താണ് കമ്മ്യൂണിസം എന്നുള്ളത്. അപ്പൊ രൂക്ഷമായ കാര്യങ്ങളാണ്. പിന്നെ രക്തസാക്ഷി പരിവേഷം, അതും CPM നേതാക്കന്മാർ പ്രധാനമായിട്ട് സുധാകരനെതിരെ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. ഒരു രക്തസാക്ഷി കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. സുധാകരന്റെ അനിയൻ ഭുവനേശ്വരൻ പന്തളം NSS കോളേജിൽ വെച്ച് വിദ്യാർത്ഥി സംഘടനയിൽ കൊല ചെയ്യപ്പെട്ടതാണ്, എതിർ രാഷ്ട്രീയക്കാർ കൊല ചെയ്യപ്പെട്ടതാണ്. അപ്പൊ അതിനെക്കുറിച്ചും പരാമർശമുണ്ടായി. എന്റെ അനിയൻ രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് വന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളിന് മാറാൻ പറ്റുമോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം ചോദിക്കുന്ന മറ്റൊരു കാര്യം, 2400ഓളം പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടതാണ് വെസ്റ്റ് ബംഗാൾ. കറക്റ്റ് എണ്ണം പറഞ്ഞിട്ടാണ് ആ പ്രസംഗം. രാഹുൽ ഗാന്ധി ഇരിക്കുന്ന വേദിയിലുള്ള ആ പ്രസംഗം അങ്ങനെയാണ് സുധാകരന്റെ വരുന്നത്. 2400 പേർ കൊല ചെയ്യപ്പെട്ട ബംഗാളിൽ എന്തായി അവസ്ഥ? പാർട്ടിയുടെ അവസ്ഥ ഇന്ന് എന്താണ്? ഉണ്ടോ? ഒരു കനലെങ്കിലും ഉണ്ടോ എന്നാണ് സുധാകരന്റെ ചോദ്യം. വളരെ ഗൗരവപ്പെട്ട ചോദ്യമാണ്. എന്നെ ഒരാളുടെ പേരിലല്ലേ നിങ്ങൾ പറയുന്നുള്ളൂ. 2400 രക്തസാക്ഷികളെ സൃഷ്ടിച്ച ബംഗാളിൽ എന്ത് ചെയ്യ പാർട്ടി? അത് വലിയ ഗൗരവതരമായ മറ്റൊരു ചോദ്യമാണ്. അപ്പൊ അത്തരത്തിലാണ് സുധാകരന്റെ പ്രസംഗം പോകുന്നത്. പാർട്ടിയെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർക്ക് പറ്റിയിരിക്കുന്ന, അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യയശാസ്ത്രപരമായിട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ ഒരിക്കലും നേരിടാൻ പറ്റാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് സുധാകരൻ എന്ന് പറയുന്നത്. കാരണം എല്ലാ അനുഭവം എന്താണ് അദ്ദേഹത്തിനെതിരെ നമുക്കൊരു മൈനസ് പറയാനായിട്ടുള്ളത്? എന്തെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഒരു മൈനസ് പറയത്തക്കതായ ഒരു സാഹചര്യങ്ങളുമില്ല. പിന്നെ അതേപോലെയാണ് കോൺഗ്രസ് വേദിയിൽ സുധാകരന്റെ പ്രസംഗത്തിന് വരുന്ന കയ്യടി ശ്രദ്ധിച്ചില്ലേ? എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ അവിടെ കയ്യടി നേടിയത്, ഏറ്റവും കൂടുതൽ ആളുകൾ സ്വാഗതം ചെയ്ത പ്രസംഗം സുധാകരന്റെയാണെന്ന് തോന്നുന്നു. നല്ല കയ്യടിയാണ്, നല്ല കയ്യടി. ഓരോ വാക്കുകൾക്കും, അദ്ദേഹം കൊടുക്കുന്ന ഓരോ മറുപടികൾക്കും കൃത്യമായ കയ്യടിയും വളരെ ആഹ്ലാദപ്രകടനമാണ് അവിടെ നടന്നിരിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഇതിനൊക്കെയാണ്, അതാണ് സുധാകരന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ ഇതെല്ലാം പറഞ്ഞിട്ട് അണികളെ സൂചിപ്പിച്ചിട്ട് അങ്ങ് പോവുകയൊന്നും അല്ല ചെയ്യുന്നത്. UDF-ന്റെ സപ്പോർട്ടോടുകൂടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഞാൻ. KC വേണുഗോപാൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തില് ഇത്ര സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വന്നു, അതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പോലും സുധാകരൻ കൃത്യമായ, അതാണ് പാർട്ടി ലൈൻ എന്ന് പറയുന്നത്. സുധാകരന്റെ ആ വലിയ സംഘടനാ സംവിധാനത്തിലുള്ള അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്തിന്റെ ഒരു വലിയ ഘടകമാണ്. അതായിട്ട് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ശരിയാണ്, UDF 100 സീറ്റ് നേടും, നമുക്ക് അവകാശപ്പെടാം, തീർച്ചയായിട്ടും അവകാശപ്പെടാം. 100 അല്ലെങ്കിൽ അതിലധികം സീറ്റ് നേടി UDF അധികാരത്തിലേക്ക് വരും. പക്ഷേ എന്ന് കരുതിയിട്ട് പ്രവർത്തകരൊന്നും നിശബ്ദരായിട്ടിരിക്കാൻ പറ്റുകയില്ല. നിങ്ങൾ ഇതെല്ലാം കേട്ടിട്ട് ഇവിടുന്ന് കൈയടിച്ചിട്ട് പോയാൽ പോരാ. ഞാൻ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോഴോ മറ്റ് നേതാക്കന്മാര് സംസാരിക്കുമ്പോഴോ KC വേണുഗോപാൽ സംസാരിക്കുമ്പോഴോ കൈയടിച്ചിട്ട് മാത്രം പോയാൽ ഗ്രൗണ്ട് ലെവൽ വർക്ക് ചെയ്യണം. ഗ്രൗണ്ടിൽ അത് വർക്ക് ചെയ്യണം. അല്ലാതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്തെങ്കിലും സ്വപ്ന ലോകത്തിലെ ബാലഭാസ്കരന്മാരായിട്ട് കാര്യമില്ലല്ലോ എന്നൊരു മട്ടിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം വരുന്നത്. അപ്പൊ പറയേണ്ടതെല്ലാം പറയുന്നതിനായിട്ട് രാഷ്ട്രീയത്തിൽ ഇത്രയും കുറിക്കൊള്ളുന്ന മറുപടി നമ്മൾ പറയത്തില്ല അയ്യപ്പദാസ്. അതാണ് കുറിക്കൊള്ളുന്ന മറുപടി പറയാൻ സുധാകരനോട്. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ആലപ്പുഴ ജില്ലയിൽ നിന്ന്, കഴിഞ്ഞ തവണ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഒരേ ഒരു MLA ആണ് UDF-ന് ഉണ്ടായിരുന്നത്. അത് ഹരിപ്പാട്ട് നിന്ന് ജയിച്ച രമേശ് ചെന്നിത്തലയാണ്. മണ്ഡലങ്ങളുടെ പ്രത്യേകത അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിൽ അങ്ങനെ സ്ഥിരം മണ്ഡലങ്ങളില്ല, കുത്തക മണ്ഡലങ്ങൾ ഒന്നും ആർക്കുമില്ല. അതൊക്കെ വെറും പുകമറയാണ്, അല്ലെങ്കിൽ ആരൊക്കെയോ സൃഷ്ടിച്ചെടുക്കുന്ന ചില പുകമറകളാണ്. ഒരിക്കലും അങ്ങനെ ഒരു മണ്ഡലങ്ങളില്ല. അദ്ദേഹം പറഞ്ഞ അമ്പലപ്പുഴയിൽ VS ജയിച്ചിട്ടുണ്ട്, VS തോറ്റിട്ടുണ്ട്. മാരാരിക്കുളത്ത് VS ജയിച്ചിട്ടുണ്ട്, VS തോറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ മണ്ഡലങ്ങളുടെയും സമീപത്തുള്ള കുറച്ച് മണ്ഡലങ്ങളുടെ, ആലപ്പുഴ
ജില്ലയിലെ അവിടെ ആ അമ്പലപ്പുഴയിലെ പ്രസംഗം, അവിടുത്തെ പ്രസംഗം ആലപ്പുഴ പ്രസംഗം ആയതുകൊണ്ടായിരിക്കും അതിന് ഊന്നിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പൊ സ്ഥിരമായിട്ടുള്ള മണ്ഡലങ്ങളൊന്നുമില്ല, വെറും പ്രകടനങ്ങളോ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളോ ആണ്. ആരൊക്കെയോ തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ എല്ലാം പിടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാം, കാരണം UDF-ന് സ്വാധീനമുള്ള, കാരണം അവര് അടിസ്ഥാനപരമായിട്ട് 25-ന് മുകളിലേക്കാണ്, 25% മുകളിൽ വോട്ടുള്ള പാർട്ടിയാണ് കേരളത്തിൽ, അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അവരുടെ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വോട്ടുകളൊക്കെ വീട്ടിലാണ്. വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുടുംബത്തിലാണ് അവരുടെ വോട്ടുകളുള്ളത്. CPM-നെ കുറിച്ച് പറയുന്ന മറ്റൊരു കാര്യം, അവരുടേത് പൊതുവേദിയിൽ വരും. അവരുടെ വോട്ട് ബാങ്കിന്റെ ശക്തി അവർ പൊതുവേദിയിൽ കാണും. സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം. സമ്മേളനങ്ങൾ വെച്ചാൽ CPM-ന്റെ സമ്മേളനത്തിന് അതിഭയങ്കരമായ ജനബാഹുല്യമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു വീട്ടില് 1, 2, 3 പേരുടെ അവരെല്ലാവരും അതിനകത്ത് പങ്കെടുക്കും. അങ്ങനെയാണ് ഒരു പൊതുവായിട്ട് കാണുന്നത്. പക്ഷെ കോൺഗ്രസിൽ നേരെ തിരിച്ചാണ്. UDF-ന്റെ വോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടമ്മമാരും മക്കളും അങ്ങനെയൊക്കെയുള്ള ആളുകളൊന്നും അങ്ങനെ സാധാരണ വരില്ല. ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും വന്നെങ്കിലായി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ വോട്ടുണ്ടവർക്ക്, അവരുടെ വോട്ടുകൾ വീട്ടിലാണ് എന്ന് പറയുന്നതിന്റെ തിയറി അതാണ്. അതുകൊണ്ടാണ് പറയുന്നത് പല സർവേകളെയും ആശ്രയിക്കരുത് നമ്മൾ പറയുന്നതിന്റെ കാര്യം അതുകൊണ്ടാണ്. ഇപ്പൊ പൊതുവായിട്ട് നടക്കുന്ന പല സർവേകളിലും അത്തരത്തിലുള്ള ചില നരേഷൻസ് വരുന്നുണ്ട്. അതിന്റെ ഒന്നും ശാസ്ത്രീയത എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും അറിയുന്നില്ല. ശാസ്ത്രീയമായ രീതിയിലുള്ള സർവേ ഒന്നും അല്ല നടക്കുന്നത്. സർ, ഞാനൊന്ന് ഇടപെടുകയാണ് സർ. അപ്പോൾ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ വരവ് ആലപ്പുഴ ജില്ലയിൽ, പ്രത്യേകിച്ച് G. സുധാകരൻ ഈ നടത്തിയ പ്രസംഗം, ഈ നിങ്ങളുടെ ഇന്നത്തെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന നേതാവ്, അദ്ദേഹം പാർട്ടിയിൽ അംഗത്വം എടുക്കുന്ന ആ സമയത്ത് ഈ പാർട്ടിയിൽ ഒന്നുമല്ല, അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ഈ പറയുന്ന വലിപ്പമൊന്നും ഉള്ള ഒരു നേതാവായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് എത്രത്തോളം ഇനി വരുന്ന ദിവസങ്ങളിൽ പിണറായിക്ക് ഈ പാർട്ടിക്കകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുറവ് വരുത്താൻ സാധ്യതയുണ്ടാകുമോ? തീർച്ചയായിട്ടും. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് പിണറായിയെ പോലെ തന്നെ തലപ്പൊക്കമുള്ള നേതാവ് തന്നെയാണ് G. സുധാകരൻ. അതാണ് ഞാൻ ആദ്യം തന്നെ അയ്യപ്പദാസ് പറഞ്ഞത്. ഒരു പക്ഷെങ്കില് തിരുവിതാംകൂറിൽ നിന്ന് അത്തരം ഒരു ചാൻസ് കിട്ടിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ VS-നെ പോലെയുള്ള അതിലും തലമുതിർന്ന തലയെടുപ്പുള്ള ഒരു നേതാവിന്റെ ഇവിടെ ജില്ലയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകേണ്ട ആളാണ് ശ്രീ G. സുധാകരൻ. സംശയം എന്താ ഇത്തരം കാര്യത്തില്? എന്ത് കാര്യത്തിലാണ് അദ്ദേഹത്തെ നമ്മൾ മാറ്റി നിർത്തുന്നത്? എന്താണ് അദ്ദേഹത്തിന്റെ? അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ, അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഞാൻ പലതവണ ജയിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം നിന്നിട്ട് ഞാൻ 50,000 വോട്ടിന്, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ചാൻസ് തന്നില്ല, 50,000 വോട്ടിന് ജയിച്ചേനെ എന്നാണ് പറയുന്നത്. ശരിയാണ്, വളരെയേറെ സ്വാധീനമുണ്ട് അദ്ദേഹത്തിന്, വളരെയേറെ സ്വാധീനമുണ്ട്. ഒന്നാമത് ട്രാക്ക് റെക്കോർഡ് വളരെ ക്ലീൻ റെക്കോർഡാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തന മേഖലകളും നമ്മൾ നോക്കുക. സുധാകരനെതിരെ പറയാൻ ഒരു ആരോപണങ്ങളും ഇല്ല. അതുകൊണ്ട് പറയാനുള്ള പ്ലസ് പോയിന്റുകളോ എത്രയേറെ പ്ലസ് പോയിന്റ് ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അത്തരത്തിലുള്ള എല്ലാ സംശുദ്ധിയും ഒരു പക്ഷെങ്കിൽ VS-ന് തുല്യമായ രീതിയിൽ സംശുദ്ധിയുള്ള ഒരാളായിരുന്നു. അതുകൊണ്ടാണ് പിണറായി വിജയനോട് പറയുന്നത് അദ്ദേഹം. സാർ, ഏതായാലും സാർ, ആലപ്പുഴയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ സാറ് തന്നെ ഒന്ന് നോക്കണം. അതായത് ഗൗരിയമ്മ ആകെ പാർട്ടി വിട്ട് പോകാതെ ഈ പാർട്ടിയിൽ ഇങ്ങനെ ശിക്ഷകൾ ഏറ്റുവാങ്ങിക്കിടന്ന ഒരേ ഒരാൾ VS മാത്രമല്ലേ? ഇപ്പോൾ ഗൗരിയമ്മ പോയി, ഇപ്പോൾ G. സുധാകരൻ പോകുന്നു. ആലപ്പുഴയ്ക്ക് അങ്ങനെ ഒരു പാരമ്പര്യമാണോ ഇതുവരെ ഉള്ളത്? ഇങ്ങനെ നിരന്തരം പീഡനം ഏറ്റുവാങ്ങുന്ന അവരുടെ ഈ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാക്കൾ. സാർ, അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ, ഇതിൽ എനിക്കൊരു ചോദ്യം കൂടെ ചോദിക്കാം, അതുകൂടെ പറഞ്ഞുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം. സാർ, അതായത് അമ്പലപ്പുഴയിൽ സുധാകരന്റെ തോൽവി CPM-ന്റെ ആകെ സംവിധാനങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ച് തോൽക്കേണ്ടത് ആ സംവിധാനത്തിന്റെ ആവശ്യമായി തീരുന്നോ? മറിച്ച് സുധാകരൻ ജയിച്ചാൽ അത് എന്തുമാത്രം ഈ പാർട്ടിക്ക് ഒരു അവമതിപ്പ് ഉണ്ടാക്കും? അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം സാർ. അതായത് സുധാകരൻ വേഴ്സസ് CPM എന്നാണ്. അതായത് വ്യക്തിയാണ്, ഒരു വ്യക്തി തന്നെ പാർട്ടിക്കെതിരെ സംവിധാനമായിട്ട് മത്സരിക്കുകയാണ്. പാർട്ടി അതിന്റെ കമ്മ്യൂണിസത്തിൽ നിന്ന് ചിതറിപ്പോയി മാറിപ്പോയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ അത് മറ്റെന്തോ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലേ? ഒരു സംഘം ക്രിമിനലുകളുടെ കയ്യിലുള്ള ഒരു സംഘമായിട്ട് അത് മാറിയിരിക്കുന്നു. അതിനെതിരെയാണ് ഞാൻ, ഒരു ശുദ്ധീകരണം കൂടാണ്. എനിക്ക് കോൺഗ്രസ് അല്ലെങ്കിൽ UDF ആണ് എനിക്കൊരു അഭയം തന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനെ പൊളിച്ചു കാണിക്കുക, പാർട്ടിയുടെ പൊള്ളത്തരം പൊളിച്ച് കാണിക്കുന്ന ഒരാളായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അതാണ് സുധാകരൻ കൊടുക്കുന്ന മെസ്സേജ്. അല്ലാതെ ഈ വയസ്സുകാലത്ത് അദ്ദേഹത്തിന് ഇപ്പൊ പറഞ്ഞല്ലോ ഒരു പാർലമെന്ററി മോഹമൊന്നും ഉണ്ടായതല്ല. പക്ഷേ സുധാകരൻ ഒരു പോരാളിയാണ്. എന്നും സുധാകരൻ ഒരു പോരാളിയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഗൗരിയമ്മ സ്വയം പുറത്തുപോയി സുധാകരനെ പോലെ തന്നെ പുറത്തുപോയി അത്ര ഒരു ആർജവം അവർ കാണിച്ചു.
പക്ഷെ വി എസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരുന്നില്ല. കാരണം ആ ചരിത്ര മണ്ണിന്റെ പ്രത്യേകതയാണ്. വി എസ് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് പൊരുതിയത്. പക്ഷെ വി എസിന് രണ്ടാം അവസരം കിട്ടിയില്ലല്ലോ. എന്തുകൊണ്ടാണ് പോയത്? 3-4 മണ്ഡലങ്ങളില് അല്ല, അന്ന് തന്നെ വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പക്ഷെങ്കിൽ തുടർ ഭരണം കിട്ടേണ്ടതായിരുന്നു വി എസിന്. പക്ഷെ ആ 3-4 മണ്ഡലങ്ങൾ അതിപ്പോഴും ചർച്ചയിലുണ്ട്. ആ മണ്ഡലങ്ങളിൽ അവിടുത്തെ തോൽവി, അല്ലെങ്കിൽ തോൽപ്പിച്ചതാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തോൽപ്പിച്ചതാണ്, വി എസിന് ഒരു അവസരം കൊടുക്കാതെ. അപ്പൊ അത്തരത്തിലുള്ള വെട്ടുകളാണ്, എന്തെല്ലാം തരത്തിലുള്ള അതിഭീകരമായ വെട്ടുകൾ നടന്ന ഒരു ചരിത്രമാണ് അതിനകത്തിൽ വന്നിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ സുധാകരൻ പോരാളിയാണ്. സുധാകരൻ ഈ പറഞ്ഞതുപോലെ അവിടെ നിന്ന് പോരാളുകയാണ്. അദ്ദേഹം ശരിക്കും CPM-നെതിരെയാണ്. സുധാകരന്റെ വിജയം മറ്റേതൊരാളിന്റെ വിജയത്തെക്കാട്ടിലും എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ്. കോൺഗ്രസ് UDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാവുന്ന ഏറ്റവും തിളക്കമാർന്ന വിജയമായിരിക്കും അത്. കാരണം വടകരയിൽ കെ രമ ജയിച്ചതുപോലെ, കെ രമയെ സ്പീക്കർമാരുടെ റൊട്ടേഷൻ അങ്ങനെയാണല്ലോ. ചെയറിൽ വരുന്ന സമയത്ത് സാർ എന്ന് വിളിക്കും. ഇടതുപക്ഷത്തെ മുഖ്യമന്ത്രി അടക്കമുള്ളവര് സാർ എന്ന് വിളിച്ചു. ഒരു പക്ഷെങ്കിൽ സുധാകരനെ ഈ സഭയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, സഭയിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ അദ്ദേഹം തീർച്ചയായിട്ടും ഒരു സ്പീക്കർ കസേരയിൽ റൊട്ടേഷനിൽ വരാവുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ സഭയിലുള്ള പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കന്മാരെ കൊണ്ട് സാർ എന്നുള്ളൊരു വിളിക്കുള്ളൊരു സാധ്യത, അതാണ് UDF ഉദ്ദേശിക്കുന്നത്. അതാണ് രാഷ്ട്രീയ പ്രതികാരവും എന്ന് പറയാം. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രതികാരവും അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി. താങ്ക് യു സാർ.